ന്യായവില പ്രഖ്യാപിച്ച് സംഭരണമാണ് കേന്ദ്ര സർക്കാർ നടത്തേണ്ടതെന്ന് രാഷ്ട്രീയ കിസാൻ മഹാസംഘ് സൗത്ത് ഇന്ത്യ കൺവീനർ അഡ്വക്കേറ്റ് വി.സി. സെബാസ്റ്റ്യൻ. റബ്ബറിന് ന്യായവില പ്രഖ്യാപിച്ച് സംഭരണം ഉറപ്പാക്കാത്ത കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സഹായ പദ്ധതികൾ നിലവിലുള്ള റബ്ബർ കർഷകർക്ക് യാതൊരു നേട്ടവും ഉണ്ടാക്കില്ലെന്നും അഡ്വക്കേറ്റ് വി.സി. സെബാസ്റ്റ്യൻ വ്യക്തമാക്കി. റബ്ബർ മേഖലയ്ക്ക് സാമ്പത്തിക സഹായം 23% വർദ്ധിപ്പിക്കുമെന്ന കേന്ദ്ര സർക്കാർ പ്രഖ്യാപനം രാജ്യം തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ കേൾക്കാൻ ഇമ്പമുള്ളതാണെങ്കിലും കേരളത്തിലെ റബ്ബർ കർഷകർക്ക് ആഹ്ലാദിക്കാൻ വകയൊന്നുമില്ലെന്ന് അഡ്വക്കേറ്റ് വി.സി. സെബാസ്റ്റ്യൻ വ്യക്തമാക്കി. 2024 ഫെബ്രുവരി 23-24 തീയതികളിൽ ആസാമിലെ ഗുവാഹട്ടിയിൽ നടക്കുന്ന ഇന്ത്യ റബ്ബർ മീറ്റിന്റെ മുന്നോടിയായി വടക്ക് കിഴക്കൻ റബ്ബർ വ്യാപന പദ്ധതിക്ക് ഉത്തേജനമേകുന്നതാണ് ഈ പ്രഖ്യാപനം. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ 2 ലക്ഷം ഹെക്ടറിലേക്ക് റബ്ബർ കൃഷി വ്യാപിപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെയും റബ്ബർ ബോർഡിന്റെയും വ്യവസായികളുടെയും സംഘടിത പദ്ധതിക്ക് ഈ കേന്ദ്ര സഹായ പ്രഖ്യാപനം ഒരുപക്ഷെ ഉപകരിക്കുമെന്നും അഡ്വക്കേറ്റ് വി.സി. സെബാസ്റ്റ്യൻ വ്യക്തമാക്കി. വില തകർച്ച മൂലം ഒരു പതിറ്റാണ്ടിലേറെയായി പ്രതിസന്ധിയിലായിരിക്കുന്ന കേരളത്തിലെ പരമ്പരാഗത റബ്ബർ മേഖലയ്ക്ക് പുതിയ പ്രഖ്യാപനങ്ങൾ നേട്ടമുണ്ടാകില്ലെന്ന് മാത്രമല്ല, വടക്ക് കിഴക്കൻ റബ്ബർ പ്രോത്സാഹന പദ്ധതികൾ കൂടുതൽ സജീവമാകുമ്പോൾ സംസ്ഥാനത്ത് നിലവിൽ തുടരുന്ന വിലത്തകർച്ചയുടെ ആക്കം കൂടുകയും ചെയ്യുമെന്നും അഡ്വക്കേറ്റ് വി.സി. സെബാസ്റ്റ്യൻ മുന്നറിയിപ്പ് നൽകുന്നു. സ്വതന്ത്ര വ്യാപാര കരാറുകളുടെ മറവിലുള്ള അനിയന്ത്രിതവും നികുതിരഹിതവുമായ ഇറക്കുമതിക്ക് കടിഞ്ഞാണിടാതെ ആഭ്യന്തര റബ്ബർ വിപണി വില ഉയരുകയില്ല. ഇപ്പോഴുള്ള ആഭ്യന്തര റബ്ബർ വില പോലും രാജ്യാന്തര വിപണിയിലെ സ്വാധീനം കൊണ്ട് മാത്രമാണ് നിലനിൽക്കുന്നതെന്നും അഡ്വക്കേറ്റ് വി.സി. സെബാസ്റ്റ്യൻ വ്യക്തമാക്കി. ആഭ്യന്തര റബ്ബർ വിപണിയിൽ വിലസ്ഥിരത ഉറപ്പാക്കി ജീവിത സൂചികയുടെയും സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിൽ ന്യായവില കണക്കാക്കി അടിസ്ഥാന വില പ്രഖ്യാപിച്ച് റബ്ബർ സംഭരിക്കാൻ കേന്ദ്ര സർക്കാരും റബ്ബർ ബോർഡും ശ്രമിക്കാതെ നടത്തുന്ന ആത്മാർത്ഥതയില്ലാത്ത പ്രഖ്യാപനങ്ങൾ റബ്ബർ കർഷകർക്ക് മുഖവിലക്കെടുക്കാനാവില്ലെന്നും വി.സി. സെബാസ്റ്റ്യൻ പറഞ്ഞു. ഷെഗ്ന ന്യൂസ്, കോട്ടയം.